കർണാടക സംഗീതത്തിന് ശാസ്ത്രീയ സംഗീതം എന്നാണ് ഇവിടെ നമ്മൾ അറിയപ്പെടുന്നതും. എന്താണ് അതിൻ്റെ ആ വാക്കിൻ്റെ ആ ഒരു മീനിങ് എന്താണ്? ശാസ്ത്രീയമായിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തത്. വാട്ട് എവർ യു ക്രിയേറ്റ് ഓർ ഇന്നോവേറ്റ്, ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് ശാസ്ത്രീയമാണ്. അതിൻ്റെ അകത്ത് സയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സയൻസ് ഒരുപാടുണ്ട്. കാരണം നമുക്ക് 7 സ്വരസ്ഥാനങ്ങളും 7 സ്വരങ്ങളും 12 സ്വരസ്ഥാനങ്ങളൊക്കെ, ഇതിനൊക്കെ ഓരോ ഫ്രീക്വൻസീസ് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിൽ സയൻസ് ഉണ്ട്. അതേ ഇപ്പം നമ്മൾ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് വീണയൊക്കെ വായിക്കുകയാണെങ്കിൽ നമ്മൾ പ്ലെയിൻ ആയിട്ട് ഒരു സ്ട്രിങ് മീട്ടി കഴിഞ്ഞാൽ കേൾക്കുന്ന ഫ്രീക്വൻസി വേറെയാണ്. നമ്മൾ ഫ്രെറ്റിന്റെ മുകളിൽ മെട്ടിന്റെ മുകളിൽ കൈവച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് കുറയുകയാണ്, അപ്പോൾ ഫ്രീക്വൻസി കൂടുകയാണ്. ലെങ്ത് കുറയും, അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് കൂടും, ആ വ്യത്യാസം വരും. പിന്നെ ഈ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ട്യൂൺ ചെയ്യുന്ന മെയിൽ ശ്രുതിക്കും ഫീമെയിൽ ശ്രുതിക്കും ഒക്കെ ട്യൂൺ ചെയ്യുമ്പോൾ സ്ട്രിങ് വേറെയാണ്. സ്ട്രിങ്സ് യൂസ് ചെയ്യുന്ന അതിന്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നോക്കുമ്പം എല്ലാത്തിലും എവിടെയെങ്കിലൊക്കെ നമുക്കൊരു സയൻസ് ആയിട്ട് ബേസിക്കലി തന്നെ വളരെ അതിന്റെ സൂക്ഷ്മമായ തന്നെ വിശകലനം ചെയ്താൽ അതിൻ്റെ അകത്ത് പ്യുവർ സയൻസ് തന്നെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നു. വളരെ ഒരു ഡേറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ. അത് അങ്ങനെയാണത് നമ്മൾ ശാസ്ത്രീയ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം അതാണല്ലേ. അപ്പോൾ കറക്റ്റാണത്. അതാണ് നമ്മൾ രാഗങ്ങളൊക്കെ പാടുമ്പോഴാണെങ്കിലും അതിന് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആരോഹണം അവരോഹണം അങ്ങനത്തെ ഫ്രേസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇന്ന രാഗത്തിൽ ഇങ്ങനത്തെ പ്രയോഗങ്ങളെ വരാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ പാടുള്ളൂ. അതിൻ്റെ അകത്ത് വേറെ നമുക്കൊന്നും ചെയ്യാം. യു ക്യാൻ ഡു എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് തെറ്റിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാം. അതിന്റെ അകത്ത് റൂൾസിന്റെ അകത്ത് നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 27 മേളകർത്താ രാഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സപ്തസ്വരങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഏത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനാണ് പൊസിഷൻസിന്റെ കോമ്പിനേഷനാണ്. അപ്പോൾ അതാണ് അതിന്റെ സയന്റിഫിക് സൈഡ് എന്ന് പറയുന്നത്.